അപ്പോൾ കേസ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ ചെറിയൊരു മീറ്റപ്പിന് പോവുകയാണ്. മീറ്റപ്പ് എന്ന് പറയുകയാണെങ്കിൽ കേസ് പുതിയൊരു സ്ഥലത്ത് വെച്ചാണ് നമ്മൾ ഈ ഒരു മീറ്റപ്പിന് പോകുന്നത്. നമ്മൾ മീറ്റപ്പ് മാത്രം ഫോക്കസ് ചെയ്തല്ല പോകുന്നത്, ആ ഒരു സ്ഥലവും കൂടെ കാണാനായിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും റെഡിയായി ഇവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സിവിക്കിലാണ് കേട്ടോ. കുറേ നാളായി സിവിക്കൊക്കെ എടുത്തിട്ട്. അങ്ങനെ ഞാൻ ഇന്നലെ നേരെ നമ്മുടെ ഈ ഒരു സിറ്റി വണ്ണിലെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അതിലാണ് ഞാൻ ഇന്ന് പോകുന്നത്. പിന്നെ നമ്മുടെ ഹൗസ് വാമിങ് കേസ് 2 ദിവസത്തിനകം കാണും. അപ്പോൾ അത് നമുക്ക് എന്തായാലും സെറ്റാക്കണം കേസ്. അത് കുറച്ചും കൂടെ പരിപാടി കേസ് ബാക്കിയുണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ആ ഒരു ഹൗസ് വാമിംഗ് ഒന്ന് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വിളിക്കുന്നതായിരിക്കും. 20 പേർക്കേ പക്ഷേ കേസ് വരാനായിട്ട് പറ്റത്തുള്ളൂ. ആ ഒരു പ്രശ്നം മാത്രം ഞാൻ കാണുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കേസ് സമയം കളയാണ്ട് വെളിയിലേക്ക് അങ്ങ് പോയേക്കാം. നമ്മുടെ മച്ചാന്മാരൊക്കെ കേസ് ഇപ്പം തന്നെ ആ ഒരു മീറ്റപ്പ് നടക്കുന്ന സ്ഥലത്തേക്ക് വന്ന് കാണുമായിരിക്കാം. ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല, കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു പുതിയ സ്പോട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സിവിക് ചെയർക്കൻ ഇവിടെ ഒരു രക്ഷയില്ലാത്ത ലുക്കിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ വെളിയിലേക്കൊക്കെ നോക്കുമ്പോൾ കേസ് വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. പിന്നെ കേസ് ഇന്ന് നമ്മൾ കുറേ വെറൈറ്റി കാറുകളൊക്കെ കാണുന്നതായിരിക്കും. നമ്മളങ്ങനെ ഒറ്റ കാറ് മീറ്റപ്പ് അല്ല ചെയ്യാനായിട്ട് പോകുന്നത്. ഏത് കാറും നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും, അങ്ങനത്തെ ഒരു മീറ്റപ്പാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് പെരിയ കേസ് ഇവിടുന്ന് വണ്ടി എടുത്ത് അങ്ങോട്ട് പോയേക്കാവേ. ഞാനിപ്പോൾ പറഞ്ഞ സമയത്തിനെക്കാട്ടിൽ ഒരു 10 മിനിറ്റ് ലേറ്റായിട്ടാണ് ചെല്ലുന്നത്. അത് കുഴപ്പമൊന്നുമില്ല കേസ്. നമ്മളിപ്പം 11 മണിക്ക് ഒരു മീറ്റപ്പ് പറയുകയാണെങ്കിൽ ആൾക്കാരൊക്കെ എല്ലാം വരുമ്പോഴത്തേന് എന്തായാലും ഒരു 11:15 ആവും. അപ്പോൾ ഇപ്പം എന്തായാലും നമ്മുടെ മച്ചാന്മാരൊക്കെ എന്തായാലും അവിടെ എത്തിയിട്ടുണ്ടാവാം. അപ്പോൾ ഞാൻ എന്തായാലും ഇനി അവിടെ എത്തിയിട്ട് വരാവേ. ഏകദേശം കേസ് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മീറ്റപ്പ് നടക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ നേരത്തെ പണ്ടത്തെ സ്റ്റേഡിയം അല്ലേ, അവിടെയാണ് ഈ ഒരു പുതിയ സ്ഥലം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും അകത്തോട്ട് കയറിയിട്ടില്ല. നമ്മുടെ മച്ചാന്മാരൊക്കെ വരാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു സിവിക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഫുൾ ഒരു കണ്ണടിച്ച് പോകുന്ന ടൈപ്പ് ബ്ലൂ കളറൊക്കെ അടിച്ചാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ അതുകൊണ്ട് ഇവിടെ മൊത്തം ചെളി പിടിച്ചിരിക്കുന്ന ഒരു ഫോർച്യൂണർ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. എൻ്റെ പൊന്നോ ഗൈസ്, ഇത് ഇപ്പം എങ്ങാണ്ട് ഒരു ഓഫ് റോഡ് കഴിഞ്ഞിട്ട് വന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മൊത്തം അങ്ങ് ചെളിയാണ് കേട്ടോ. പക്ക ഓഫ് റോഡിങ്ങിന് പറ്റിയ രീതിയിലാണ് വണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് ഈ ഒരു സിവിക്കിൻ്റെ കളർ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പുറത്തോട്ട് പോവുകയാണെങ്കിൽ ആൾക്കാർ എന്തായാലും ഈ ഒരു സിവിക്ക് നോക്കാതെ പോകത്തില്ല. കാരണം അതുപോലത്തെ ഒരു കളറാണ് കേട്ടോ അത്. അപ്പോൾ കുറച്ചുകൂടെ ആൾക്കാർ വന്നിട്ട് വേണം നമുക്ക് അകത്തേക്കൊന്ന് കയറാനായിട്ട്. നമുക്ക് എന്തായാലും കേസ് പെതിയെ അകത്തേക്ക് അങ്ങ് കയറിയേക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥലം കാണാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ അകത്ത് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ കുറേ പോലീസുകാരൊക്കെ നിൽക്കുന്ന കാണാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. അവരൊക്കെ എന്താണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരു പോലീസ് പ്രൊട്ടക്ഷൻ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ കയറുന്നത്. ഇതിൻ്റെ അകത്ത് കുറേ ഫുഡ് കോർട്ടും ബാറും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ കേസ് നമ്മുടെ വണ്ടി കൊണ്ടുപോയി നമുക്കൊന്ന് സേഫ് ആക്കി ഇടണം. അതിനുശേഷം വേണം നമുക്ക് ഈ ഒരു സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. പക്ഷേ കേസ് ഇവിടെ നമുക്ക് ആ ഒരു ലെഫ്റ്റിൽ കാണുന്ന ഒരു സ്ഥലത്തോട്ടാണ് കയറേണ്ടത്. പക്ഷേ അങ്ങോട്ടുള്ള വഴിയൊന്നും ഞാൻ കാണുന്നില്ല. കണ്ടോ, അവിടെ ഗേറ്റ് 1 ഗേറ്റ് 2 അങ്ങനെയൊക്കെ കുറേ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് എങ്ങനെ കയറാനായിട്ടാണ്? ഇതിനകത്ത് കയറിക്കഴിഞ്ഞ കേസ് നമുക്ക് പിന്നെ റൂട്ടൊന്നും മനസ്സിലാകത്തില്ല. ആദ്യമേ ഒരു റൂട്ട് മാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് കൊള്ളായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അങ്ങനെ അങ്ങ് കയറി പോകുമായിരുന്നല്ലോ. എന്തായാലും ഞാൻ ഇതിൻ്റെ മണ്ടയ്ക്കൂടെ കയറി ഇങ്ങനെയാണ് കേട്ടോ പോയേക്കുന്നത്. അപ്പോൾ ഇവിടെ സൈഡിൽ ഓക്കെ കേസ്, ഇവിടെ സൈഡിൽ ഒരു 4 കാർ ഡിസ്പ്ലേക്ക് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ളൊരു സംഭവം ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി എന്തായാലും കേസ് ഡിസ്പ്ലേക്ക് അങ്ങ് വെച്ചേക്കാം. അപ്പോൾ അവിടെ സേഫായിട്ട് അങ്ങ് കിടന്നോളുമല്ലോ. അപ്പം നല്ല രീതിയിൽ കേസ് ആൾക്കാർക്ക് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോസോ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അങ്ങ് കയറ്റി ഇട്ടേക്കാം. കറക്റ്റ് കേസ് എൻ്റെ കാർ കിടക്കുന്ന രീതിയിലാണ് കേട്ടോ അത് പണിതിരിക്കുന്നത്. പക്ഷെ എൻ്റെ മോനെ കേസ് കറക്റ്റ് ഒന്നും പറയില്ല, കറക്റ്റ് എൻ്റെ വണ്ടിയുടെ അളവെടുത്ത് പണിതേക്കുന്ന പോലെ ഉണ്ട്. പക്ഷേ ഇതേണ്ട അപ്പുറത്ത് ഇവിടെ ഫോർച്യൂണറൊക്കെ എങ്ങനെ കയറാനായിട്ടാണ്? ഫോർച്യൂണറൊക്കെ ഭയങ്കര വലുതാണ് കേട്ടോ. പക്ഷേ ഫോർച്യൂണർ കയറി കിടക്കുന്ന കാണാനായിട്ട് ഒരു രസമില്ല. വലിയ വലിയ കാറുകൾ കേസ് ഇതിൻ്റെ അകത്ത് കയറി കിടക്കുമ്പോൾ ഒരു ഭംഗിയില്ല കേട്ടോ. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇവിടെ ഗേറ്റ് 1 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ കാർ ഇതിൻ്റെ അകത്ത് കൊണ്ട് കയറ്റുവാണെങ്കിൽ കാറിന് ചെയ്യാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഇവിടെ മറ്റേ മെക്കാനിക്ക് സംഭവങ്ങൾ അതൊക്കെയാണ്. പിന്നെ അതുകൊണ്ട് ഇവിടെ ഡീറ്റെയിലിംഗ് ബേ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. വണ്ടി ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ് ആ ഒരു സെക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് വെയിറ്റിംഗ് ഏരിയ ആണ് കേട്ടോ. ഓക്കെ, എന്തായാലും വെയിറ്റിംഗ് ഏരിയ നല്ല രസമുണ്ട് കേട്ടോ. വലിയ TV ഒക്കെ സെറ്റ് ചെയ്ത് പക്ക ലക്ഷറി ആണ് കേട്ടോ ഇവിടെ കാണാനായിട്ട്. എനിക്ക് എന്തായാലും ഇവിടെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം നമുക്കിനിയും ഇവരെല്ലാം ഇവിടെ കാണുന്നു. ഇവരൊക്കെ ആദ്യമായിട്ട് കാണുവാണെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാവരും നല്ല രീതിയിലൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് ഇവിടെ എന്താണ് സംഭവം, മറ്റേ വീൽ അലൈൻമെൻറ്റ് ചെയ്യുന്ന പരിപാടിയാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കമ്പ്യൂട്ടറും സംഭവങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതായിരിക്കും മിക്കവാറും. അപ്പോൾ നമുക്കിനി എന്തായാലും കേസ് വെളിയിലേക്ക് ഇറങ്ങാൻ. വെളിയിൽ ഇങ്ങോട്ടൊരു ഡോറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇത്രയാണ് കാറിൻ്റെ സംഭവങ്ങളൊക്കെ വരുന്നത്. പിന്നെ അവിടെ ഇവിടെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. മിഡ് നൈറ്റ് കസ്റ്റംസ് എന്നൊക്കെ പറഞ്ഞ് തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് എന്തായാലും പോയി നോക്കാം. ഇവിടെ എന്താ, ഇവിടെ കുറേ ചെയേഴ്സൊക്കെ ഇട്ടേക്കുന്നത്, അതും വെയിറ്റിംഗ് ഏരിയ ആണോ? ഓക്കെ, എനിക്ക് തോന്നുന്നു ആൾ കൂടുമ്പം ഇരിക്കാൻ വേണ്ടിയുള്ളൊരു സ്ഥലമാണ്. പക്ഷേ എന്താ അങ്ങോട്ട് പോകാനായിട്ട് പറ്റുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കിൽ കൂടെ അങ്ങ് കയറിയേക്കാം. അവിടെ ഒരു ചെടിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റാത്തത്. ഇവിടെ തന്നെ നമ്മുടെ മച്ചന്മാരൊക്കെ പെതി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും കൂടെ വന്നിട്ട് ഞാൻ എല്ലാവരും കാണിച്ചു തരാവേ. അപ്പോൾ ഇനി നമ്മൾ ബാറിൻ്റെ സെക്ഷനിലേക്കാണ് പോകുന്നത്. ഇവിടെ മൊത്തം ബാറുകളാണ് കേട്ടോ. ബാറ്, മറ്റേ ബർഗേഴ്സ്, ആ സംഭവങ്ങളൊക്കെ, ഫുഡ് ഐറ്റംസ് എല്ലാം കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതിനു മുമ്പ് വേറൊരു വെയിറ്റിംഗ് ഏരിയ നിങ്ങളെ കാണിച്ചു തരാം. അതും കുറച്ചുകൂടെ ലക്ഷറിയാണ് കേട്ടോ. പക്ഷേ ഇത് AC അല്ല, മുമ്പത്തെ AC ആയിരുന്നു. ഇത് കണ്ടോ, അത്യാവശ്യം വലിയൊരു വെയിറ്റിംഗ് ഏരിയയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ ഇവിടുന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പം മറ്റേ ഒരു കാറുകളൊക്കെ റിക്കവറി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്ന സംഭവമൊക്കെ തന്നെ ഇവിടെ വലിയ ക്രെയിൻ പോലത്തെ ഇതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഒരെണ്ണം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, പക്ഷേ യൂസ് ചെയ്യാറൊന്നുമില്ല, എന്തിനോ ചുമ്മാ വാങ്ങിച്ചിട്ടാണ്. പിന്നെ അങ്ങോട്ട് നോക്കുമ്പം അതുണ്ട്, അവിടെ കണ്ടോ, ഇവിടെ മറ്റേ ബർഗർ ഷോപ്പ് അതൊക്കെയാണ് കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അല്ലേ, സംഭവം നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ നമ്മളിനിയും ബാക്കിലോട്ടൊക്കെ നോക്കുമ്പം അവിടെ ഇവിടെ എല്ലാം ഫുഡ്, നിങ്ങൾക്ക് ഫുഡ് വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി, എല്ലാ ഫുഡ് സംഭവങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷെ ഒരു പ്രശ്നമെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് വഴി മനസ്സിലാകുന്നില്ല, ഏത് വഴിയാണ് പോകേണ്ടതെന്ന്. കണ്ടോ, ഇവിടെ കുറേ പോലീസുകാരൊക്കെ നിൽപ്പുണ്ട്. പിന്നെ ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. ഇതെന്താണ് ഈ ഒരു ഷോപ്പിൽ മാത്രം ഇത്രയും തിരക്ക്? കുറേ പേരൊക്കെ മെനു ഒക്കെ നോക്കി നിൽക്കുന്നു. നമുക്കൊന്ന് മെനു നോക്കിയാലോ? ഓക്കെ, ഇതെന്താ, ബർഗർ, ഫ്രഞ്ച് ഫ്രൈസ്, കോള, സംഭവങ്ങളൊക്കെയാണ്. നമുക്കിപ്പോൾ എന്തായാലും ഒന്നും വാങ്ങിക്കണ്ടല്ലേ. പിന്നെ അതുകൊണ്ട് ഇങ്ങോട്ട് നമുക്ക് ഈ ഒരു മാച്ചൊക്കെ കാണാനായിട്ട് ഇവിടെ നിൽക്കാനായിട്ട് പറ്റുന്നതാണ്. വർക്കേഴ്സൊക്കെ അതുകൊണ്ട് ഇപ്പുറത്ത് നിന്ന് മാച്ചൊക്കെ കാണുന്നുണ്ട്. ഐശ്വരി വർക്കൊന്നും ഇല്ലേ മച്ചാമാരെ? പിന്നെ അതുകൊണ്ട് ഇപ്പുറത്ത് ലിക്കർ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. നമുക്ക് ജ്യൂസ് ഐറ്റംസ്, ലിക്കർ വേണമെങ്കിൽ ലിക്കർ, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും തന്നെ ഇവിടെ കിട്ടും. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ഏരിയ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ശരിക്കും മീറ്റപ്പ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ. ചില്ലടിക്കണമെങ്കിൽ ചില്ലടിക്കാം, മീറ്റപ്പിന് നിൽക്കണമെങ്കിൽ മീറ്റപ്പിന് നിൽക്കാം, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ അതുകൊണ്ട് ഇവിടെ നോക്കുമ്പം ഇഷ്ടംപോലെ കാറുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു ബെൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാറുകൾ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. കാരണം നമ്മൾ പ്രീ പ്ലാൻഡായിട്ട് ചെയ്യുന്ന പരിപാടിയല്ല ഇത്, പെട്ടെന്ന് ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഇത്രയും വണ്ടികൾ വരുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഇങ്ങനൊരു സ്ഥലം പെട്ടെന്ന് വന്നു. അപ്പം നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് എല്ലാവരുമായിട്ട് ഇങ്ങ് പോകുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഞാൻ വണ്ടിയുടെ ഫോട്ടോസ് എടുത്തില്ല, അവിടെ കിടക്കുന്ന കാണാനായിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ വണ്ടിയുടെ കുറച്ച് ഫോട്ടോസ് ഞാനൊന്ന് എടുക്കട്ടെ. വണ്ടിയുടെ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞു. അപ്പം ഞാൻ എന്തായാലും കേസ് ഇവിടുന്ന് നൈസായിട്ട് അങ്ങ് നീങ്ങാനായിട്ട് പോവാണ്. കാരണം നല്ല രീതിയിൽ അലമ്പാകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് അലമ്പായി കഴിയുവാണെങ്കിൽ ശരിയാകത്തില്ല. അതുകൊണ്ട് ഞാൻ വേറെ ഏതെങ്കിലും സ്ഥലം പിടിക്കാനായിട്ട് പോവുകയാണ്. ഒന്നാമത് പുതിയ സ്ഥലം കൂടാണിത്. അപ്പോൾ ഇവിടെ വന്ന് അലമ്പ് കാണിക്കുവാണെങ്കിൽ നമ്മുടെ വില തന്നെ ആയിരിക്കുമല്ലോ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് പോയേക്കാം. ഒന്നാമത് പോലീസ് പ്രൊട്ടക്ഷനും സംഭവങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലം കൂടാണ്. പിന്നെ വേറൊരു പ്രശ്നം കേസ്, ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇതുവഴി ഇറങ്ങണമെന്ന് മാത്രമാണ് അറിയാം. ഇവിടുന്ന് റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ എങ്ങാണ്ടാണ് നമുക്ക് പോകേണ്ടത്. റൈറ്റാണെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ കേസ്, റൈറ്റിലോട്ടായിരുന്നു. അപ്പം ഞാൻ എന്തായാലും ഫൈനലി മെയിൻ റോഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ എന്തായാലും കേസ് എൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ ഒന്ന് പെട്ടു പോകുന്നതായിരിക്കും, വഴിയൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയേ. അപ്പോൾ എനിക്ക് എന്താണ് കേസ്, വണ്ടി കൺട്രോൾ കിട്ടുന്നില്ലല്ലോ, കയ്യിൽ നിന്ന് അങ്ങ് പോകുവാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഓടിച്ച് വണ്ടിയിൽ ചെറുതായിട്ട് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ചെന്നൊന്ന് റിപ്പയർ ചെയ്തേക്കാം. റിപ്പയർ ചെയ്തിട്ട് ഞാൻ തന്നെ ഇവിടെ കൊണ്ട് വണ്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്ന കുറേ ആൾക്കാരൊന്നും കണ്ടിട്ടില്ല. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വരുമോ എന്ന്. ഇവിടെ വന്നിട്ട് ലൈനപ്പ് ആക്കിയിട്ടിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒക്കെ തന്നെ ഒരാൾ തന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പുറകെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ഇവിടെയും കുറച്ച് നേരം ആൾക്കാരുമായിട്ട് ചില്ലടിച്ചിട്ട് ഞാൻ നേരെ ഇനി സിറ്റി 2ലേക്ക് പോകുന്നതായിരിക്കും. നാളെ നമ്മുടെ ഹൗസ് വാമിങ് മിക്കവാറും കാണും. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എനിക്കൊരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം ഇതിലൊരു അടിപൊളി ഒരു കിടക്കാച്ച് വീഡിയോ ഇട്ട് കാണാം. സോ ബൈ ഗൈസ്.